ദേ ഞാനിപ്പോൾ കൂർഗിലാണുള്ളത്. കൂർഗിൽ നിന്ന് ഞാനിപ്പോൾ ഒരു വ്ളോഗ് എടുക്കുവാണ്. ഇന്ന് ഞാൻ അബേ ഫോൾസ് എന്ന് പറയുന്ന ഒരു ഫോൾസിലേക്ക് പോവാണ്. ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാനഡയിൽ ഞാൻ നിൽക്കാൻ നേരത്ത് ഈ ഒരു ഫോൾസ് സമയമില്ലേ, ആ സമയത്തുള്ളൊരു തണുപ്പാണ്. പിന്നെ ദേ ഈ കാണുന്നതാണ് ഞാൻ നിന്ന വീട്. ഇത് എൻ്റെ സോ ക്ലോസ് പീപ്പിളിൻ്റെ വീടാണ്. അപ്പം ഞങ്ങളിത് ഇപ്പം ഫാൾസിൽ പോകാനായിട്ട് എല്ലാവരും ഇറങ്ങി. ഇപ്പം ഈ സൈഡിൽ കാണുന്നതെല്ലാം കോഫിയാണ് കേട്ടോ. കോഫിയുടെ പ്ലാന്റ്സ്, ചെടികളാണ്. ഫുള്ള് കോഫി, ഇവിടെ മൊത്തം കോഫിയാണ്. കോഫി അല്ലാതെ കൂടുതൽ കോഫിയാണ്. അതല്ലാതെ ഞാൻ വേറെ കണ്ടിട്ടുണ്ടെങ്കിലും കോഫിയാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ നടന്ന് ഇറങ്ങാൻ പോകുന്നു. ഇവിടെ നല്ല ഭംഗിയാണ് കാണാനും എല്ലാം. പക്ഷേ ഞാൻ വന്നപ്പോൾ ഭയങ്കര മഴയായിപ്പോയി. മഴയായത് കൊണ്ടുള്ള കാര്യങ്ങൾ എന്തോന്നാണ്, ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുന്നെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇവിടെ മൊത്തം കണ്ടോ, ഇങ്ങനെ നിരനിരയായിട്ടാണ് വീട് വയ്ക്കുന്നവർ. ഇതെന്തോ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ, അവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ പിള്ളേർ, ഞാൻ വന്ന സ്പോർട്സ് ഡേയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഓഫ് ടു അബേ ഫോൾസ്. എനിക്ക് എങ്ങനെയാണ് പറയണേന്ന് അറിഞ്ഞുകൂടാ. അബി ഫോൾസ് എന്നാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അബി ഫോൾസിലോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ദസറയുടെ ഭാഗമായിട്ടുള്ള ഒരു, ഇവിടുത്തെ ആൾക്കാർ ഒരു ദൈവം പോലെ കൺസിഡർ ചെയ്യുന്നതിന് അവരിങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട്, നമ്മൾ മറ്റേ നാട്ടിലൊക്കെ ഉത്സവത്തിന് പറയൊക്കെ എടുക്കാനായിട്ട് വരത്തില്ലേ, നെല്ലൊക്കെ എടുക്കാനൊക്കെ എന്തോ വരത്തില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു എനിക്ക് കറക്റ്റ് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഇങ്ങനെ ഒരു ദൈവം പോലെ കൺസിഡർ ചെയ്യുന്ന, എല്ലാ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമുക്ക് ഓണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇവർക്ക് ദസറ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ അത് കൂടാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദസറ ഇവിടുത്തെ വലിയൊരു ഫെസ്റ്റിവലാണ്, 10 days വരെ അതുകൊണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ
ഇവർ ഈ ഫ്ലോട്ടുകളില്ലേ, നമ്മുടെ നാട്ടിലുണ്ട് ഫ്ലോട്ടുകൾ. അപ്പോൾ ഫ്ലോട്ടുകളൊക്കെ ഇപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദസറ ഡേ ആണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഫ്ലോട്ട് മൊത്തം ഒരുപാട് ഫ്ലോട്ട് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഫ്ലോട്ട് എല്ലാം കൂടി ഇങ്ങനെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇതിന് മുന്നേയും കണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പം ആ വഴി കണ്ടവരും ഇങ്ങനെ ഫ്ലോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് ആഞ്ജനേയ ക്ഷേത്രവും രാമക്ഷേത്രവുമാണ്. പിന്നെ നമ്മൾ ശിവൻ്റെ ക്ഷേത്രമുണ്ട്, പിന്നെ എല്ലാ ദൈവങ്ങളുള്ള ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും കൂടുതലും ഞാൻ കണ്ടത് ആഞ്ജനേയ ക്ഷേത്രവും പിന്നെ രാമക്ഷേത്രവും. അപ്പം നമ്മൾ അബി ഫോൾസിൽ പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. 2 സൈഡും കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാടാണ്, അപ്പുറത്ത് കുഴിയാണ് കേട്ടോ, ഭയങ്കര കുഴിയാണ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതേ നമ്മൾ അബേ ഫോൾസിൽ വന്നിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ എന്തോ 50 രൂപ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10 രൂപ ടിക്കറ്റ് പെർ പേഴ്സൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി തലേ ദിവസം എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതേ അബേ ഫോൾസിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കൊരു അമേസിങ് ആയിട്ടുള്ളൊരു ഫോള് കാണാൻ പറ്റും. ഇനി കുറച്ചും കൂടി ഇവിടെ നടന്നാൽ മതി. ഇപ്പോഴേ തന്നെ എനിക്ക് ആ ഒരു വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ തന്നെ സൈഡിൽ കൂടെ കാണാൻ പറ്റും നമുക്ക് ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതേ നമ്മളെ ഫോൾസ് ഇവിടെ നിന്ന് തന്നെ കാണാം. കണ്ടോ, നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല മഴയായതുകൊണ്ട് തെളിഞ്ഞ വെള്ളമല്ല, നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് ദേ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വാട്ടർഫാൾസ്
ഈ പാലം പൊളിഞ്ഞത് കഴിഞ്ഞ ഇവർക്ക് വന്ന 2018 എന്തോ ഇവിടെ പ്രളയം വന്നെന്ന് അങ്കിൾ പറഞ്ഞപ്പം ആ പ്രളയത്തിലാണ് എന്താണ് പാലം പൊളിഞ്ഞു വീണത്. അതിനുശേഷം പിന്നെ അവർ കെട്ടിയിട്ടില്ല. ഇത് ബ്യൂട്ടിഫുള്ളാണ്, നോക്കിക്കേ. ഇവിടെ മറ്റേ സിപ്പ് ലൈനിൻ്റെ ഒരു ഇത് അടുത്തുണ്ട് കേട്ടോ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു മഴയായതുകൊണ്ടാണെന്ന് അറിയില്ല, അവിടെ ക്ലോസ്ഡ് ആയിരുന്നു ഞാൻ ഇന്നലെ ചെന്നപ്പം. പക്ഷേ ഇവിടെ അങ്കിളുടെ വീട്ടിൻ്റെ തന്നെ അടുത്ത് തന്നെയാണ് ഏകദേശം ഈ അബേ ഫോൾസ്. അപ്പം പോകണമെങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞു. അത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നെന്ന് അറിയാമോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഒരു പ്രഹസനം ചെയ്തായിരുന്നു. നല്ല വാട്ടർഫോൾസ് ആയതുകൊണ്ട് തന്നെ നല്ല വാട്ടർഫോൾസ്, അങ്ങനെയല്ല, വാട്ടർഫോൾസ് എന്തായാലും നല്ലൊരു വ്യൂ ആണല്ലോ. അപ്പം അവിടെ നിന്ന് 2 വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഈ കാണുന്നത് അവിടുത്തെ ഒരു വ്യൂ ആണ്. അതുകൊണ്ട് അടുക്കി വെച്ച പോലെ വീടിരിക്കുന്നത് നല്ല വ്യൂ ആയിരുന്നു. ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരു ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇവിടെ ഒരു രാജസീറ്റ് എന്താണെന്ന് തോന്നുന്നു, രാജസീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിൽ പോകുമ്പം നമുക്ക് ഈ സിറ്റി മൊത്തത്തിൽ ആ വ്യൂ കാണാൻ പറ്റും. അപ്പം അതും കൂടെ കണ്ടിട്ട് വരികയാണെങ്കിൽ നല്ല നൈറ്റ് ടൈമാവും. അപ്പം നമുക്ക് ഈ ദസറയുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളതേ വന്നിരിക്കുകയാണ് വ്യൂ പോയിൻ്റ് കാണാനായിട്ട്. ഇവിടെ വ്യൂ പോയിൻ്റ് കാണാൻ വരികയെന്ന് വെച്ചാൽ സൂക്ഷിച്ച് വേണം വരാൻ. കാരണം ഇവിടെ മറ്റേ എന്താണ് പറയുക, മറ്റേ ഒരു ടൈപ്പ് ഒരു അട്ടയില്ലേ, നമ്മൾ കടിച്ചിട്ട് ഇങ്ങനെ രക്തം ഊറിയെടുക്കുക. നമ്മളവിടെ കൊളയട്ട എന്നാണ് പറയുന്നത്, നിങ്ങളവിടെ എന്തോന്നാണ് പറയണതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പല സ്ഥലത്തും പലതല്ലേ ഞാൻ പറയുന്നത്. സോ അമ്മേനെ ഒരെണ്ണം കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാൻ വന്ന ഒരു ഫാമിലിയിൽ ഒരു പയ്യനെ കടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഭാഗ്യത്തിന് കടിച്ചില്ല, കടിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകത്തില്ലായിരുന്നു. അപ്പം അതെ ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ. പിന്നെ നല്ല കാറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കോടമഞ്ഞ് ഇങ്ങനെ മൂടിയിരിക്കും. നല്ല ഭംഗിയാണ്, അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഇവിടെയും എൻ്റെ ഒരു പ്രഹസനമുണ്ട്. പക്ഷെ നല്ല അമേസിങ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
എന്താല്ലേ നല്ല കാറ്റൊക്കെ ആയിട്ട്. വാവ്. ഇപ്പോൾ തന്നെ ഒരു ചെറിയ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്രഷ് ബ്രേസും എല്ലാം കൂടെ ആയിട്ട് നല്ല ഒരു ഈവനിങ് ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ അങ്കിൾ പറഞ്ഞു കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലൈറ്റ്സൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടീനെ കുറിച്ചാണ് കേട്ടോ. ഒരു അതായത് ഞാനിത് ചൈനീസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരിതിൻ്റെ ഒരു ചെടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോയിട്ട് അത് മെഴുക്കോ എന്തോ പോലെ ഒരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ആ ചെടിയാണ് ഈ ചെടി കേട്ടോ. ഇതാണ് ആ ചെടി, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ കുറച്ചും കൂടെ നല്ലോണം കോട ഇറങ്ങി. ഇപ്പം നേരിട്ട് കാണാൻ നല്ലതായിട്ടുണ്ട്, വീഡിയോ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ അതേ ഇതാണ് ലൈറ്റ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേക്കണ്ട, കുറച്ചും കൂടി ഇരുട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു, നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഇനി പോകുന്നത് കാണിക്കാം. ഇപ്പം നല്ല കോടയാണ് അവിടെ മൊത്തം. നമുക്ക് കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും വിസിബിലിറ്റി കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഇതിരിയുന്ന വണ്ടിയൊന്നും. അപ്പം ലൈറ്റൊക്കെ ഇട്ട് ഓണൊക്കെ അടിച്ച് വേണം പോകാൻ, സൂക്ഷിച്ച് വേണം പോകാൻ. നൈറ്റ് മൊത്തം ഇവിടെ ഇങ്ങനെയാണ് ഈ ദസറ ടൈമിൽ. മൊത്തം നല്ല ഭംഗിയാണ്, നേരിട്ട് കാണാൻ തിരിഞ്ഞാലും ഭംഗിയാണ് കേട്ടോ. മൊത്തം ലൈറ്റ്സൊക്കെ ഇട്ടിട്ട്, പിന്നെ അവർക്കൊരു വലിയ സ്റ്റേജൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഈ 10 ഡേയ്സും ഓരോരോ പരിപാടികളും അങ്ങനെയൊക്കെ കാണും. ഈ ഇതല്ല കേട്ടോ, വേറെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു വലിയൊരു സ്റ്റേജിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. വലിയ സ്റ്റേജിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ല, വലിയ സ്റ്റേജ് അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു.
സ്റ്റേജ്, വലിയൊരു സ്റ്റേജാണ് അവിടെ. പരിപാടികളൊക്കെ നടക്കും ദസറ ടൈമിൽ. പിന്നെ ദസറ ആയിട്ട് അവിടെ 2 സൈഡിലും ഭയങ്കര എന്താണ് കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. അവിടെ ഇഷ്ടംപോലെ ഫുഡ്, ഡ്രസ്സുകൾ, ജ്വല്ലറീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.